ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് അമ്മ ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട. അച്ഛനും അമ്മയ്ക്കും 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. മോളെ എന്തിനാ നീ? അമ്മേ വേണ്ട. എന്റെ മോനെ പോലെ മനോജും ഒന്നിനും കൊള്ളാത്തൊരു വേസ്റ്റ് ജന്മമാണെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ടാ ഇവനെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞത്. അന്ന് ആ വാക്കനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ പരാതി ഇന്നിവിടെ എന്റെ മുന്നിൽ പറയേണ്ടി വരില്ലായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് അച്ഛനും ജഗൻ ചേട്ടനും ഒന്നും ഞങ്ങളെ തീരെ ഒന്ന് ഗവനിച്ചിട്ട് പോലുമില്ല. തന്നിഷ്ടപ്രകാരം ഒളിച്ചോടി കല്യാണം കഴിച്ചവളെന്ന് മുദ്ര കുത്തി എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾ അകറ്റി നിർത്തിയിരുന്നു. ഒരുമിച്ച് ജീവിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം എന്നൊരു നിസ്സാര മട്ടല്ലായിരുന്നോ അച്ഛനും ജഗൻ ചേട്ടനും ഇവിടെ എല്ലാവർക്കും? അത് ശരി, ഇപ്പൊ കുറ്റമല്ല ഞങ്ങളുടേതായോ? അച്ഛ കുറ്റം പറയുന്നതല്ല. ഒരേ ഒരു മകളുടെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരുന്നാലും അവനെ കുടുംബത്തോട് ചേർത്ത് നിർത്തണമായിരുന്നു. നന്നായിട്ട് ജീവിക്കാൻ വേണ്ട സാഹചര്യവും പ്രാപ്തിയും അവന് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അച്ഛനത് ചെയ്തോ? ദൈവമേ, അച്ഛന്റെ മുഖത്ത് നോക്കി ഒരു മോള് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? ധിക്കാരി. ഒട്ടിച്ചവളുടെ കാരണം പൊട്ടിക്കടാ. നാത്തൂനെ, ഇത് ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിലുള്ള കുടുംബകാര്യോ? അതിന് നാത്തൂന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഓ, ഹരിത പറഞ്ഞതൊരു ജീവിത സത്യം. മരുമകനായ മനോജിനോട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? പോട്ടെ, 1 മിനിറ്റെങ്കിലും നിങ്ങളുടെ മരുമകനാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? കരുണാകര, ഇത് അമ്മയും മോളും ചേർന്ന് നിന്നെ അട്ടിമറിക്കാനുള്ള പദ്ധതിയാ. ഒന്ന് നിർത്തണ്ട അപ്പച്ചി. അച്ഛനെ കൊച്ചാക്കാൻ അമ്മയുമായിട്ട് ചേർന്ന് ഒരു ഏർപ്പാടും ഞാൻ നടത്തിയിട്ടില്ല. ഭർത്താവിനെ കൊച്ചാക്കുന്ന ഒരു കാര്യത്തിലും അമ്മ കൂട്ടു നിൽക്കുകയില്ല. അത് സത്യമായ കാര്യമാണ് അച്ഛാ. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? മനോജിന് ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം അച്ഛൻ സൃഷ്ടിച്ചു കൊടുക്കണം. മീനാക്ഷി, ഓ, എന്റെ പേരെങ്കിലും അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. സന്തോഷം. മോളെ, നീ ഇവിടെ? രക്തബന്ധത്തോളം വരില്ലല്ലോ അമ്മേ കൂട്ടിക്കെട്ടിയ ബന്ധങ്ങള്. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനും അമ്മയ്ക്കും എന്താ ഞങ്ങളോട് ഇത്ര ദേഷ്യം? എന്താ ശത്രുത? എന്തിനാ ഞങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നെ? ഞങ്ങൾക്കിപ്പോ മനസ്സിലായി, ഞങ്ങൾ അനാഥര് തന്നെയാ. മോളെ, നീ എന്തെങ്ങനെ? നീ എന്റെ മരുമോള, എന്റെ വിനുമോന്റെ പെണ്ണ്. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് മോളെ എങ്ങനെ കണ്ടുപിടിച്ചു? മനസ്സുകൊണ്ട് തെരഞ്ഞ ഏത് മൂലയിൽ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാൻ പറ്റും അമ്മേ. നിങ്ങളെ കാണാനില്ലെന്നറിഞ്ഞ സമയം മുതല് പാവം വിനുവേട്ടൻ ആകെ തകർന്ന നടക്കുന്നത്.
എന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി പൊട്ടിക്കരയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് അമ്മ ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട. ദേ അച്ഛനും അമ്മയ്ക്കും 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. മോളെ എന്തിനാ നീ? അമ്മേ വേണ്ട. അല്ല അച്ഛനെവിടെ? മാധവേട്ടൻ ഒരു വർക്ക്ഷോപ്പിൽ പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോന്നു പറഞ്ഞ വർക്ക്ഷോപ്പ് നടത്തുന്നു. ഉച്ചയ്ക്ക് എന്നും ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നേ. ചോറ് പൊതിഞ്ഞു തരാന്ന് പറഞ്ഞാ കേക്കില്ല. പാവം, എന്നെ ഇട്ട് പാടുപെടുത്തണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. അത് മാത്രമായിരിക്കില്ല, ചന്ദ്രികാമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോവാന്ന് കരുതിയിട്ടുണ്ടാവും. വരാൻ സമയാവുന്നുണ്ട്. ആ അതിന് അമ്മ എന്തിനാ ധൃതി പിടിക്കുന്നേ? ആഹാരമൊക്കെ റെഡിയാണല്ലോ. ഇനിയിപ്പോ ചന്ദ്രികാമ്മയുടെ കൈവച്ചുണ്ടാക്കുന്നതേ മാധവൻ നായർ കഴിക്കുള്ളൂന്നുണ്ടോ? കൂടെ എവിടുന്ന്. ആ എന്റെ വിനുമോന്റെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. ചന്ദ്രു, ദേ മാധവേട്ടൻ വരുന്നുണ്ട്. ആ അമ്മേ പറയല്ലേ, ഞാനവിടെ മാറി നിക്കാം. ചന്ദ്രു. ആ അച്ഛാ ഓടിക്കളയല്ലേ, ഞാനാ മീനാക്ഷി. അന്ന് മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മുഖം തരാതെ മുങ്ങിക്കളഞ്ഞു. ഇന്ന് ഞാൻ വിടില്ല. ആ അത് മോളെ അന്നത്തെ അവസ്ഥ അതായിരുന്നു. അതെ, ഇന്ന് നമുക്ക് 2 ആൾക്കുള്ള ഭക്ഷണമായിട്ടാ മീനാക്ഷി വന്നിരിക്കുന്നത്. ആ രണ്ടാളും വന്ന് കൈയഴുകിയിട്ടിരിക്കെ, ഞാൻ വിളമ്പാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്റെ മരുമോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടേ ഒരുപാട് നാളായി. അതെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. ആ അത് പറ്റില്ല, ആദ്യം അച്ഛനും അമ്മയും കഴിക്കെ. ഞാൻ എന്റെ മനസ്സറിഞ്ഞ് എന്റെ അമ്മായച്ഛനും അമ്മായമ്മയ്ക്കും വിളമ്പി തരട്ടെ. വാ അമ്മ ഇരിക്കെ. അച്ഛാ ഇരിക്കെ. ആ ഇതാച്ചാ. അമ്മേ എന്താ അമ്മേ കഴിക്കാത്തെ? ഞാനുണ്ടാക്കിയ ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല മോളെ, ഇഷ്ടം കൂടി പോയിട്ട്. എന്റെ വിനുമോനും കൂടി വേണമായിരുന്നു. മാനത്തെ കൊട്ടാരം